കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പരാജയത്തിന് എന്താണ് കാരണം, ഞാൻ എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല, എനിക്ക് 53 വയസ്സുണ്ട് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. എല്ലാ പരാജയങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ടാവും. കാരണങ്ങളില്ലാത്ത മനുഷ്യല്ല പരാജയം. എല്ലാ പരാജയത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ശത്രുവാണ്. അത് നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം, അച്ഛനാകാം, അമ്മയാകാം, പെങ്ങളാകാം, സഹോദരിയാകാം, മറ്റുള്ള ആൾക്കാരാകാം, ഒരു സ്ത്രീയാകാം. സ്ത്രീ മുഖാന്തരോ ശത്രുതയുണ്ട്. ഈ ശത്രു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ വഞ്ചിക്കുകയും വിശ്വാസവഞ്ചന കാണിക്കുന്നവരൊക്കെ ശത്രുതയാണ്. അവിശ്വസിക്കുന്നവർ ശത്രുതയാണ്. നമ്മൾ കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ നമുക്ക് ശത്രുവാണ്. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സംഭവമാണ് ശത്രു. നമ്മുടെ മനസ്സിൽ ഒരാളെ ഇഷ്ടമല്ല, എനിക്കൊരാളെ ഇഷ്ടമല്ല, എനിക്കല്ല ഈ ക്യാമറാമാനെ ഇഷ്ടമല്ല, എനിക്കല്ല ഈ ഡയറക്ടറെ ഇഷ്ടമല്ല, അല്ല എനിക്ക് ഈ ആൾക്കാരെ ഒന്നും ഇഷ്ടമല്ല, നിൻ്റെ മനസ്സിൽ തന്നെ തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഇഷ്ടക്കേടുണ്ടാവും ഇല്ലേ? ഒരിക്കലും ഞാൻ മിണ്ടത്തുമില്ല, ഒരു തമാശ പറയുമല്ലോ, മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ പറയത്തില്ല. അവരെ കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ആ ഒരു ഇതിങ്ങനെ കിടന്ന് മനസ്സിൽ കിടന്ന് തികട്ടി വരുമ്പോഴാണ് ഈ ശത്രുതാവസ്ഥ വരുന്നത്. അപ്പോൾ ആ ശത്രുവിന് വേണ്ടി മനസ്സോടുകൂടി എന്തായാലും ഈ ക്ഷുദ്രം എന്ന് പറയുന്ന സാധനം മനസ്സോടുകൂടി മനസ്സിലാക്കി പറഞ്ഞാൽ മതി. അല്ലാതെ ഈ കുറേ പൂജാസാധനങ്ങൾ നിറഞ്ഞ ഒരു ക്ഷുദ്രം ചെയ്യണമെന്നോ, ഒരു ആഭിചാരം ചെയ്യണമെന്നോ, ഒരു കർമ്മം ചെയ്യണമെന്നോ ഒന്നുമില്ല. ചില നക്ഷത്രക്കാർ നമ്മളെ നോക്കി പറഞ്ഞാലും മതി, ഇന്നയൊക്കെ കാരണങ്ങളുണ്ട്, ഇന്നയൊക്കെ രീതിയിൽ അയ്യോ അവനത് ലഭിച്ചല്ലോ എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥാന്തരം എന്ന് പറയുന്ന പോലെ നമ്മുടെ ശത്രു, ആ ശത്രു ഏത് വഴിക്കാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുകയാണ് ഒരു ജ്യോത്സ്യൻ്റെ കടമ. ആ വഴിക്കുള്ള ശത്രുവിനെ നമ്മൾ എന്താ പറയുക, നിഷ്കരണം, ആ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സ്വീകരിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ നന്മയാണ്. പക്ഷേ നമ്മുടെ കയ്യിലും കുറച്ച് നന്മ വേണം. എൻ്റെ ശത്രുവിനെ മാത്രം തോൽപ്പിച്ചു എന്ന് മാത്രം കരുതണ്ട, അതൊരിക്കലും ശരിയല്ല. എത്ര രീതിയിലുള്ള ഒരു ശത്രു ആണെങ്കിലും അത് നമ്മളിൽ അടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ഒരു മഴ പെയ്യുമ്പോൾ ഒരു കുട പിടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മഞ്ഞ് വരുമ്പം നമ്മൾ കമ്പിളി വസ്ത്രം ധരിക്കുന്ന പോലെ അതിനെ അതിജീവിക്കാൻ, ആ ശത്രുതയെ അതിജീവിക്കുന്നത് ഏത് രീതിയിൽ, ഇനി കമ്പിളി പിടിക്കണോ കുട പിടിക്കണോ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിനാണ് ഒരു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന ആളിൻ്റെ അടുക്കൽ ചെന്ന് കവടി വെച്ച് നോക്കി അതിലെന്താണ് കണ്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണ്. ഇപ്പോൾ ഗ്രഹങ്ങൾ തമ്മിലുള്ള വിഷയമാണോ, അതിപ്പോൾ കണ്ടകശനി സമയമാണോ, ഏഴരശനി സമയമാണോ, അഷ്ടമശനിയാണോ, ഇങ്ങനെ ആദ്യം നോക്കുക. ആ ഗ്രഹങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളാണ് ക്ഷേത്രത്തിൽ പരിഹാരം ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും ദോഷമായിട്ട് വിധിയാവണ്ണം ചെയ്തിരിക്കുന്ന വിഷയമാണെങ്കിൽ അതിനുള്ള കർമ്മങ്ങൾ ചെയ്യാം. അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം അതിനുള്ള വിധിക്കപ്പെട്ട കർമ്മിയെ കൊണ്ട്, വിധിക്കപ്പെട്ട സൽക്കർമ്മിയെ കൊണ്ട് സൽക്കർമ്മങ്ങൾ മാത്രം, ദുഷ്കർമ്മങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. എത്ര ദുഷ്കർമ്മം ചെയ്താലും ഒരു സമയത്തെങ്കിലും തിരിച്ചടിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അറിയാൻ മേലാത്തവൻ എന്തെങ്കിലും ചെയ്താൽ ആദ്യം തിരിച്ചടിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. പല ആൾക്കാരും ഞാൻ പറഞ്ഞില്ലേ കള്ളതാണ്, അതൊരു 2 വർഷത്തേക്കോ 5 വർഷത്തേക്കോ കാണത്തുള്ളൂ, തിരിച്ചടിക്കുക എന്നുള്ളത് ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യം. ഒരു പാരമ്പര്യത്തിൽ പോലും അവരുടെ ഒന്നും പാരമ്പര്യത്തിൽ പോലും ഒരു ജോത്സ്യം പിന്നുണ്ടാവില്ല. അത്യാവശ്യത്തിന് രക്ഷപ്പെടാനും അത്യാവശ്യത്തിന് പുട്ടടിക്കാനും മാത്രമുള്ള കള്ളനാണയങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നതാണല്ലോ വിഷയം. എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് നമ്മളോട് ശ്രമിച്ചെങ്കിൽ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. അത് ഈശ്വരാധീനം വേണം, നമ്മുടെ പ്രവൃത്തി വേണം, നമ്മുടെ ചൈതന്യാവസ്ഥ വേണം, എല്ലാം വേണം. അല്ലാതെ ജ്യോതിഷം മാത്രം കൊണ്ടല്ല നമ്മൾ രക്ഷ നേടുന്നത്. നമ്മുടെ പ്രവൃത്തിയോട് ശരിയായിരിക്കണം. നമ്മുടെ വർക്കിന് പോകണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തൊഴിൽ അതിനെ ആത്മാർത്ഥമായിട്ട് കാണണം. ആ ആത്മാർത്ഥമായിട്ട് പോയി കഴിയുമ്പോൾ രക്ഷയുണ്ടാവും, ധനം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, വാഹനം ഉണ്ടാക്കാം, വീടുണ്ടാക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇതിനൊന്നും ഉഴപ്പിയിരിക്കുമ്പോഴാണ് നമ്മളൊരു ജ്യോതിഷനെ കാണുന്നത്. അപ്പോൾ ആ ഉഴപ്പും നമ്മളുടെ മനസ്സൂടെ വെച്ചെങ്കിൽ മാത്രമേ ഒരു ജ്യോതിഷവും വൈദ്യവും മാന്ത്രികവും എല്ലാം കൂടെ ഒന്നിച്ച് കൂടുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു നക്ഷത്രവും മോശമുള്ള നക്ഷത്രമല്ല, എല്ലാവർക്കും നന്മയുണ്ടാകേണ്ടത് അവരവർ കൂടെ വിജയിക്കാനായിട്ട് അവരവരുടെ പ്രോത്സാഹിക്കണം എന്നാണ് പറയാം. പിന്നെ ചില യോഗങ്ങളുണ്ട്. ഇപ്പോൾ കേമദ്രി യോഗം, എന്തായാലും രാജാവാണെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കണമെന്ന്, ദാരിദ്ര്യം അനുഭവിച്ചിരിക്കുന്ന സംശയമില്ലാത്ത കാര്യമാണ്. അത് ചിലപ്പോൾ 10 ദിവസത്തേക്കായിരിക്കും, 1 മാസത്തേക്കായിരിക്കാം. എല്ലാവർക്കും നല്ലതും ചീത്തയുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അവന് സന്തോഷ സുഖമാണ്. ഒന്നും അവന് സാമ്പത്തികം കാണും, സന്തോഷം കാണത്തില്ല, സുഖം കാണത്തില്ല, ദാമ്പത്യം ഒന്നും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഒന്നും നല്ല ഭർത്താവ് കാണും, സുന്ദരനായിരിക്കും, സുഖകനായിരിക്കും, അദ്ദേഹം വേറെ രീതിയിലായിരിക്കും. ഒന്നാൽ നല്ല ഭാര്യ കാണും, അനുസരിക്കത്തുമില്ല, മറ്റു കാര്യത്തില്ല, ഒന്നുമില്ല, അങ്ങനെയുള്ള ആൾക്കാർ വേറെ. ചില ആൾക്കാർക്ക് സന്താനവും ഇല്ല, ധനവും ഇല്ല, ഒന്നുമില്ലാതെ ഇരിക്കുന്ന ആയിട്ടുള്ള അവസ്ഥ കാണും. അപ്പോൾ അവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ കൂടുള്ള പങ്കാളികളും മറ്റു കാര്യങ്ങളും ഒക്കെ സന്തോഷപൂർവ്വം പെരുമാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ മനസ്സിന് തൃപ്തി ഉണ്ടാകും, അവരുടെ ജീവിതവും നല്ലതായിരിക്കും. അപ്പോൾ അതാണ് എല്ലാവർക്കും നന്മയുണ്ടാവും. അതത് കാരണം കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നന്മയുണ്ടാകത്തുള്ളൂ. എല്ലാവരും വിജയിക്കും, സംശയമില്ലാത്ത കാര്യമാണ്.
കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.